നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ പുറത്ത് പോവുകയാണ്, അതായത് ഞാൻ പറഞ്ഞ പോലെ വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീസൽ വാഹനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും? ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം ഇതിനകത്ത് എടുത്ത് പറയട്ടെ. നമ്മളിപ്പം പുറത്ത് പോകും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് പോകുന്നതിന് മുമ്പ് ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ കഴിവതെന്നല്ല പെട്രോൾ വാഹനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പറയത്തക്ക പണിയോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് സ്റ്റാലൻ കൊട്ടാരത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: വിദേശത്ത് ഉള്ളവരുടെ ഡീസൽ വാഹനങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് വീഡിയോ ചെയ്യാമോ? ഡീസൽ വാഹനങ്ങൾ വീക്ക്ലി എത്ര കിലോമീറ്റർ മസ്റ്റായി ഓടണം എന്നുണ്ടോ? നല്ല ചോദ്യമാണ്. രണ്ട് നല്ല ചോദ്യമാണ്. വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. കാരണം ഡീസൽ വാഹനം പൊതുവേ ഞാൻ എന്തുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓട്ടം കുറവുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡീസൽ വാഹനത്തിന് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണ്. കാരണം പൊതുവേ നമുക്കറിയാം എൻജിൻ കുറച്ച് ഹാർഡാണ്. കാരണം പെട്രോൾ വാഹനത്തിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞാൽ ലൈറ്ററാണ്. അപ്പോൾ ഹാർഡാവുന്ന സമയത്ത് അതിന് ഒരുപാട് കമ്പോണൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം മെയിൻ്റെനൻസ് കൃത്യമായിട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡീസൽ വാഹനത്തിന് കംപ്ലയിൻറ്റ് വരും. രണ്ടാമത്തെ കാര്യം ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ നമ്മൾ ഓടിക്കണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ ഞാൻ നോർമൽ പറയുന്ന പോലെ വർഷത്തിലൊരു 10,000 കിലോമീറ്ററാണ് നോർമൽ. അതൊരു വർഷത്തിൽ 8,000 ആയാലും മതി. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് കൂട്ടിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അറ്റ്ലീസ്റ്റ് വീക്ക്ലി ഒരു 100 കിലോമീറ്ററെങ്കിലും ഓടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എന്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ടെന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീസൽ വാഹനം എന്നുള്ളൊരു രീതിക്ക് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം. വെറുതെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ പറയുന്ന ടയറും കാര്യങ്ങളൊക്കെ, നമ്മുടെ വാഹനത്തിൻ്റെ ടയറും കാര്യങ്ങൾക്കെല്ലാം കംപ്ലയിൻറ്റ് വരും. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഡീസൽ വാഹനത്തിന് മാത്രം വരാൻ സാധ്യതയുള്ള കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓടാതെ കിടക്കുകയാണെങ്കിൽ, അതായത് വാഹനം ഒട്ടും തന്നെ ഓടിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിലൊന്നെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഈ ആഴ്ചയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്താണെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യാൻ പാടില്ല. ഒരു 10 തൊട്ട് 15 മിനിറ്റെങ്കിലും ഈ വാഹനം സ്റ്റാർട്ടായി ഇരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ്റെ കണ്ടീഷന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കും. ശ്രദ്ധിക്കുക, എഞ്ചിൻ്റെ കണ്ടീഷന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കും. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള മൂവിങ് പാർട്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ടയർ വരുന്നുണ്ട്, ബെയറിംഗ് വരുന്നുണ്ട്, സസ്പെൻഷൻ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതല്ലാതെ, ഇൻക്ലൂഡിങ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഗിയർ ബോക്സിനകത്ത് ഡ്രൈവ് വരുന്നുണ്ടെങ്കിൽ പോലും ഡ്രൈവ് ഷാഫ്റ്റിലോട്ടോ കാര്യങ്ങൾക്കോട്ടോ ഒന്നും ഡ്രൈവ് പോകുന്നില്ല. നമ്മുടെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തിടുകയാണെന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആഴ്ചയിലൊന്നെങ്കിൽ ഈ വാഹനം ഓടിക്കാൻ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കുക. ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്ററെങ്കിലും ഒരാഴ്ചയിലൊന്ന് ഓടാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ വാഹനത്തിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, അങ്ങനെ ഓടിച്ച് വെറുതെ ഡീസൽ കത്തിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വാഹനം ഷെഡിൽ തന്നെ ഇട്ടേക്കുക. എന്നിട്ട് വരുന്ന സമയത്ത് അതിനെന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ അതെല്ലാം തീർക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ഒട്ടുമിക്ക പാർട്സുകൾക്കും കംപ്ലയിൻറ്റ് വരും. നമ്മൾ പിന്നെ വന്ന് കഴിഞ്ഞിട്ട് ശരിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു അറ്റം തൊട്ട് നമ്മൾ തീർക്കേണ്ടി വരും. പക്ഷേ പണി തീർന്നു കഴിഞ്ഞ് പിന്നെ ഓടാൻ തുടങ്ങി കഴിയുമ്പോഴും ഓരോ പണി വാലെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ വാഹനം കിടക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിടാൻ വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം. ഓടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആഴ്ചയിൽ ഒന്ന് മാത്രം ഓടിച്ചാൽ മതി. ആഴ്ചയിൽ ഒരു 50 കിലോമീറ്ററെങ്കിലും ഓടിക്കുകയെന്നുണ്ടെങ്കിൽ വേറെ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും വരാതിരുന്നോളും. ബാറ്ററി ഡൗൺ ആകാതിരുന്നോളും. അത്യാവശ്യം ബാറ്ററിക്ക് ചാർജും കാര്യങ്ങളൊക്കെ കയറിക്കോളും. ഈ പറയുന്ന ഒരു 50 കിലോമീറ്റർ ഓടുമ്പം ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യും. ഹൈ പ്രഷർ പമ്പ് വർക്ക് ചെയ്യും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പ്രോപ്പറായിട്ട് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഓടാതെ ഇരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മെക്കാനിക്കൽ പാർട്സുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഇതിന് വെയർ ആൻഡ് ടയർ ഉണ്ടാവും. പാർട്സ് വർക്ക് ചെയ്യാതിരുന്ന് പോകുന്ന സമയത്ത് അതങ്ങനെ ഇരുന്ന് ഉറഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമ്മളൊരു സുപ്രഭാതത്തിലെടുത്ത് വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ഓയിൽ സർക്കുലേഷനോ കാര്യങ്ങളൊന്നും വരാതെയാണ് വാഹനത്തിൻ്റെ എഞ്ചിന് പോലും കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറഞ്ഞത്.